നടുറോഡിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് പിന്നിൽ ഭർത്താവിൻ്റെ സംശയരോഗം. ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് ആയമാർ കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കാക്കി ശിശുക്ഷേമ സമിതിയിൽ 2 വയസ്സുകാരിക്ക് നേരെയുണ്ടായ ക്രൂരതയ്ക്ക് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സമാനമായ രീതിയിൽ കുട്ടികളെ മുറിവേൽപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതും പതിവെന്ന ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. കുഞ്ഞുങ്ങളുടെ ജനനേന്ദ്രിയത്തിലും ഉള്ളംകാലിലും മർദ്ദിക്കുന്നത് പുറത്തുനിന്നും വരുന്നവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാനാണ്. കഴിഞ്ഞ ദിവസം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ക്രൂരമായ വാർത്തയാണ് പുറത്തു വന്നത്. CWCയിൽ, അതായത് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയായ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച ആയമാരുടെ വാർത്ത. ആയമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റിലൊക്കെ ആയിട്ടുണ്ട്. അതായത് 2015 മുതൽ ശിശുക്ഷേമ സമിതിയിൽ ആയയായിട്ട് ജോലി ചെയ്ത അവിടുത്തെ ഒരു ജീവനക്കാരി നമ്മോടൊപ്പം ചേർന്നുണ്ട്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ മുറിവേൽപ്പിക്കുന്നത് പതിവാണ്. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ കുഞ്ഞുങ്ങളെ അതിക്രൂരമായി വേദനിപ്പിക്കും. 2015 മുതൽ ആയയായി ജോലി ചെയ്ത ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലാണിത്. അവിടെ സ്ഥിരം വെച്ച് നടത്തുന്നത് കുറേ പേരുണ്ട്. നല്ല രീതിയിൽ ക്രൂരമായിട്ട് അവർ മർദ്ദിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഈ കാണാത്ത ഭാഗത്തെ അവർ ചെയ്യുള്ളൂ. ചീപ്പ് വരെ ഇട്ട് അടിച്ച്, അതൊന്നും പറയാൻ പറ്റൂല. ചീപ്പ് ഒരു പെൺകൊച്ചു അനു എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അത് കൊച്ചു മന്ദബുദ്ധിയാണ്. അപ്പം ആ കൊച്ചിനെ അടിച്ച്, എനിക്കത് ഇന്നും ഞാൻ മറക്കൂല. അത് ഇവിടെ നിന്ന് നല്ല വെളുത്ത ഒരു കൊച്ചാണ്, തൊടയിൽ ചീപ്പ് വെച്ച് അടിച്ചു. പലതവണ കുട്ടികൾ കേൾക്കുന്ന പീഡനത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും ജീവനക്കാരെല്ലാം ഒറ്റതിരിഞ്ഞ് ആക്രമണം നടത്തുന്നത് മാത്രമാണ് ഫലം. ഞാനിത് പറഞ്ഞതിന് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും എനിക്കെതിരെ തിരിഞ്ഞു. എന്നുവെച്ചാൽ അവർക്കത് പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, അതിനെന്തിനാണ് നിങ്ങൾ ഒരാളെ ജോലി പോയിട്ട് നിനക്ക് എന്തോന്നാണ് കിട്ടാൻ? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യം. കുഞ്ഞുങ്ങളുടെ ഉള്ളംകാലിൽ വരെ മർദ്ദിക്കുന്ന തരത്തിലുള്ള പോലീസ് മുറ. ഞാൻ പറഞ്ഞില്ലേ, നുള്ളടാതായിരുന്നാലും അടിക്കണതാണെങ്കിൽ അവർ ആ സ്ഥാനത്തേ കൊടുക്കും. പിന്നെ ഈ കാലിൻ്റെ ഉള്ളംകാല് അത് കൊടുക്കും. അതൊക്കെ അവർക്കൊരു ഞാക്കുണ്ട്. എനിക്കറിയാം, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. സർക്കാർ സംരക്ഷണയിലേക്ക് വരുന്ന ആരോരുമില്ലാത്ത കുട്ടികളെയാണ് ഈ ജീവനക്കാര് ഇത്തരത്തിൽ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നതും അത് പുറംലോകം അറിയാതെ അവിടെ തന്നെ ഒതുക്കി തീർക്കുന്നതും. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ സഞ്ചരിച്ച യുവതിയെ ഭർത്താവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന് കാരണം സംശയരോഗമെന്ന് FIR. അനിലയും ബിസിനസ് പങ്കാളി ഹനീഷും തമ്മിലുള്ള സൗഹൃദത്തിലെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നിഗമനം. ഹനീഷ് അനിലയുടെ മുന്നിലിട്ട് തന്നെ മർദ്ദിച്ചതായും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. പ്രതിയായ പത്മരാജനെ ചോദ്യം ചെയ്തതിൽ ഭാര്യയും ഹനീഷും തമ്മിലുള്ള സൗഹൃദത്തിലെ സംശയമാണ് കൃത്യത്തിന് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തി. പാർട്ട്ണർഷിപ്പിൽ ബേക്കറി നടത്തുന്ന അനിലയെ ഭർത്താവ് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കവും നിലനിന്നു. ബേക്കറി പങ്കാളിയായ ഹനീഷ് അനിലയുടെ മുന്നിലിട്ട് പത്മരാജനെ മർദ്ദിച്ചതായും ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞു. അനിലയുടെയും ഹനീഷിന്റെയും സൗഹൃദം പത്മരാജനിൽ സംശയമുണ്ടാക്കി. ഇരുവരെയും കൊല്ലാനായിരുന്നു പദ്ധതി. എന്നാൽ കാറിലുണ്ടായിരുന്നത് ബേക്കറി ജീവനക്കാരനാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ചെമ്മാമുക്കിലെ റോഡിലാണ് അനില സഞ്ചരിച്ചിരുന്ന കാറിനെ തടഞ്ഞു നിർത്തി ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഒമിനി വാൻ ചേർത്ത് നിർത്തി തടഞ്ഞായിരുന്നു ആക്രമണം. ഇതിനായി പമ്പിൽ നിന്ന് വാങ്ങിയ പെട്രോൾ പത്മരാജൻ പാത്രത്തിൽ കരുതിയിരുന്നു. അനില സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പൊള്ളലേറ്റ ബേക്കറി ജീവനക്കാരനായ യുവാവ് ചികിത്സയിലാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ജനം, കൊല്ലം.
വയനാട് ചൂണ്ടയിലിൽ ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ നവാസ് മരിച്ച സംഭവം ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. സഹോദരങ്ങളായ പുത്തൂർ വയൽ കോഴിക്കാരാട്ടിൽ വീട്ടിൽ സുമിൽ ഷാദ്, അജിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നവാസും സുമിൽ ഷാദും തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. തിങ്കളാഴ്ച ചുണ്ടൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച സുമിൽ ഷാദ് ഓടിച്ച ഥാർ ജീപ്പ് നവാസിന്റെ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നവാസ് മരിക്കുകയും ചെയ്തു. തുടർന്ന് ബന്ധുക്കൾ പ്രകടിപ്പിച്ച സംശയമാണ് തുടരന്വേഷണത്തിന് കാരണമായത്. റോഡിൽ 100 മീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവുമാണ്. എന്നാൽ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന CCTV-യാണ് വഴിത്തിരിവായത്. CCTV-യിൽ ഥാർ നിർത്തിയിടുന്നതും ഓട്ടോറിക്ഷ വന്നെന്നറിയുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സഹോദരങ്ങളെ പോലീസ് പിടികൂടിയത്. അസ്വാഭാവികത തോന്നി ആക്സിഡന്റ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വൈത്തിരിയിൽ ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിൻ്റെ മുകളിൽ 2 പേര് ജ്യേഷ്ഠനമനിയനും അപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നു. പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിലാണ്. കാലങ്ങളായുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത്. ഓട്ടോറിക്ഷ വരുന്ന സമയം കൃത്യമായി സുബിൽ ഷായ്ക്ക് പറഞ്ഞു കൊടുത്തത് അനുജനാണ്. തുടർന്നാണ് സുബിൽ ഷാ ഥാർ എടുക്കുകയും ഓട്ടോയിൽ മനഃപൂർവ്വം ഇടിക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ സുബിൽ ഷാദിന്റെ ഹോട്ടൽ കഴിഞ്ഞ ദിവസം തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ജനം, വയനാട്. ആലപ്പുഴ കായംകുളത്ത് കുടുംബ വഴക്കിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി. തലയ്ക്കുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. മരിച്ച വിഷ്ണുവിൻ്റെ ഭാര്യ ആതിര, ബന്ധുക്കളായ ബാബുരാജ്, പത്മൻ, പൊട്ടിമോൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണുവിന്റെ ഭാര്യ ആതിര, ബന്ധുക്കളായ ബാബുരാജ്, പത്മൻ, പൊടിമോൻ എന്നിവരെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. ആറാട്ടുപുഴ തറയിൽക്കടവിലെ ഭാര്യ വീട്ടിലെത്തിയ വിഷ്ണുവും ഭാര്യ ആതിരയും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ ആതിരയുടെ ബന്ധുക്കളായ ബാബുരാജ്, പത്മൻ, പൊടിമോൻ എന്നിവർ ചേർന്ന് വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ വിഷ്ണു കുഴഞ്ഞു വീണു. ബോധരഹിതനായി കിടന്ന വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. തലയിലുണ്ടായ ആന്തരിക ക്ഷതമാണ് വിഷ്ണുവിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാര്യ ആതിരയുമായി 1.5 വർഷമായി പിണങ്ങിക്കഴിയുകയായിരുന്നു വിഷ്ണു. ഇവർക്ക് 4 വയസ്സുള്ള മകനുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ധാരണപ്രകാരം മകൻ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനൊപ്പമാണ്. വിഷ്ണുവിനൊപ്പം ഉണ്ടായിരുന്ന മകനെ തിരികെ ഏൽപ്പിക്കാനാണ് ചൊവ്വാഴ്ച രാത്രി തറയിൽക്കടവിലെ ഭാര്യ വീട്ടിൽ വിഷ്ണു എത്തിയത്. ജനം, ആലപ്പുഴ. യുവതിയെ അപമാനിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി. ഇടുക്കി ചേറ്റുകുടിയിലാണ് സംഭവം. യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറയുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തു. പിന്നാലെ യുവതി പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവം വിവാദമായതോടെ ബിജുവിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി CPM തടിയൂരി. വ്യക്തിവൈരാഗ്യം മുൻനിർത്തി ജോലി കഴിഞ്ഞു പോകുമ്പോൾ പലതവണ ബിജു വാഹനം തടഞ്ഞ് അശ്ലീലം പറഞ്ഞെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വധഭീഷണി മുഴക്കിയെന്നുമാണ് യുവതിയുടെ പരാതി. ചേറ്റുകുഴിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് യുവതി. സമൂഹ മാധ്യമങ്ങളിൽ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് ബിജു യുവതിക്കും സഹപ്രവർത്തകർക്കും സന്ദേശം അയച്ചെന്നും പരാതിയിൽ പറയുന്നു.
ഭീഷണി പതിവായതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും വണ്ടൻമേട് പോലീസിലും യുവതി പരാതി നൽകി. വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തൽ, അശ്ലീലം പറയൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവം വിവാദമായതിനു പിന്നാലെ CPM ജില്ലാ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബിജുവിനെ നീക്കി. ജനം, ഇടുക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും നടനുമായ കെ മണികണ്ഠന് സസ്പെൻഷൻ. കഴിഞ്ഞ ദിവസം മണികണ്ഠന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഒറ്റപ്പാലം സബ് RT ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് മണികണ്ഠൻ. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ ഒറ്റപ്പാലം സബ് RT ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും സിനിമാ താരവുമായ കെ മണികണ്ഠനെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം മണികണ്ഠന്റെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിലും കാസർഗോഡുള്ള വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 1,90,000 രൂപ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. മാത്രമല്ല, സംഭവത്തിൽ കോഴിക്കോട് വിജിലൻസ് കേസെടുത്തതിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് തല അന്വേഷണം നടത്തിയിരുന്നു. ആട് 2, അഞ്ചാം പാതിര, ജാനകി ജാനെ ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങൾ മണികണ്ഠൻ ചെയ്തിട്ടുണ്ട്. വരവിൽ കവിഞ്ഞ് ഏകദേശം 41 ലക്ഷം രൂപയോളം അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസ് അധികൃതർ പറയുന്നത്. ജനം, പാലക്കാട്. കണ്ണൂർ അഴീക്കലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒഡീഷ സ്വദേശി രമേശ് ദാസിനെയാണ് തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. കൊലപാതകയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അഴീക്കൽ ഹാർബറിൽ പുതിയതായി പണി നടക്കുന്ന ബിൽഡിങ്ങിനുള്ളിലാണ് ഒഡീഷ സ്വദേശിയെ തലയ്ക്ക് അടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് രാവിലെ എത്തിയപ്പോൾ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിലാണ് നടന്നത് കൊലപാതകമാണെന്ന് മനസ്സിലായത്. പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചതായി സൂചനയുണ്ട്. ഒഡീഷ സ്വദേശിയാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് പരിശോധിച്ചിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് CCTV ഫുട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാൾ ഇന്നലെ മറ്റൊരു ആളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സംശയമാണ് ഉള്ളത്. അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയിട്ട് മുൻകൊണ്ടിരിക്കുകയാണ്. മർഡർ ആണ് ഇത്. കാരണം നമുക്ക് പ്രൈമ ഫേസി നോക്കിയിട്ടാണ് മനസ്സിലാവുന്നുണ്ട്. ഒരു ആൾ ഈ കല്ല് കൊണ്ട് തലയിലേക്ക് അങ്ങനെ അടിച്ചു. സോ അതുകൊണ്ടാണ് മർഡർ തന്നെയാണ് ഏകദേശം കൺഫേം ആണ്. ബാക്കി ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമുക്ക് 100% ഉറപ്പാക്കിയിട്ട് പറയാൻ പറ്റും. തലക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണം. കല്ലുകൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ വളപട്ടണം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, കണ്ണൂർ. സമരമായാലും സമരപ്പന്തലായാലും CPMനെ ചോദിക്കാൻ ആരുമില്ലെന്ന ഭാവമാണ്. അനുമതിയും വേണ്ട, അറിയിപ്പും വേണ്ട. പക്ഷേ അനുഭവിക്കേണ്ടത് പാവം ജനങ്ങളെന്ന് മാത്രം. സൂചനാ ബോർഡുകൾ പോലും വെക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ CPMന്റെ സമരപ്പന്തലിൽ കുടുങ്ങി KSRTC ബസ് കുടുങ്ങിയതിനെ പന്തിന് മുകളിൽ നിന്ന് വീണ് അസം സ്വദേശിയായ തൊഴിലാളി ഹസനെ പരിക്കേറ്റു. ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്ന് മയ്യിൽ ശ്രീകണ്ഠാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് CPMന്റെ സമരപ്പന്തലിനുള്ളിൽ കുടുങ്ങിയത്. ബസിന്റെ കാരിയറിൽ പന്തലിന്റെ കമ്പി കുടുങ്ങുകയായിരുന്നു. ഇതേ സമയത്ത് പണിയെടുക്കുകയായിരുന്ന തൊഴിലാളിക്ക് പന്തലിന് മുകളിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. പന്തൽ നിർമ്മാണ തൊഴിലാളിയായ അസം സ്വദേശി ഹസനാണ് പരിക്കേറ്റത്. റോഡിന്റെ ഒരു ഭാഗത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു CPMന്റെ സമരപ്പന്തൽ നിർമ്മാണം. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പന്തൽ അഴിച്ചുമാറ്റി ബസ്സിന് കടന്നുപോകാനായത്. ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് KSRTC ഫസ്റ്റ് പ്രൈവറ്റ് ബസ് പോയി കോഴിക്കോട്. അപ്പോൾ ഓർ ചോദിച്ചു ഇതിലേ പോകാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നോക്കിയിട്ട് പോയാൽ മതിയേ എന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞ ഇവർ പറഞ്ഞ പണിക്കാർ പറഞ്ഞാൽ പോവാന്നാക്കി. ഓക്കെ. അപ്പോൾ KSRTC പെട്ടെന്ന് വന്നാൽ നോക്കുമ്പോൾ മുകളിൽ കേവൻ ഉണ്ടല്ലോ, ആ കേവിൻ്റെ അകത്ത് കുടുങ്ങിയ മുകളിലൊരു ചെക്കനുണ്ട്. ആ ചെക്കൻ നേരെ താഴേക്ക് വീണു. താഴേക്ക് വീണ ആ ചെക്കൻ്റെ ഈ ടിന്ന് വെച്ചല്ലേ ഇവിടുന്ന് ഇങ്ങനെ തന്നെ ഒരു കീറലും ഭാഗത്തിൻ്റെ ഒന്നും വെച്ചിട്ടില്ല. ഇവർ അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു ബോർഡ് വെക്കണ്ടേ? KSRTC മറ്റേ വേറെ പോലീസുകാരെ ഇതാണ്. എന്നാൽ പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരിപാടി നടക്കുന്നതെന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിലേ പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ തിരിച്ചിട്ട് ഓടുന്നത്. എന്നാൽ പോലീസുകാരെ ഇതാണ്. പണി നടക്കുന്നു എന്നുള്ള സൂചനാ ബോർഡുകൾ ഇല്ലാതെയായിരുന്നു പന്തലിന്റെ നിർമ്മാണം. അതേസമയം സമരപ്പന്തൽ നിർമ്മാണത്തിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ജനം, കണ്ണൂർ. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപം തുടരുകയാണ്. ഭരണകൂട ഒത്താശയോടെയാണ് അതിക്രമം എന്ന വിമർശനം ഇതിനകം ശക്തമായി കഴിഞ്ഞു. ആസൂത്രിതമായ കലാപത്തിന് പിന്നിൽ ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തമായ പങ്കെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ബീജിംഗ് സന്ദർശിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരമായിരുന്നു. ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിലെ കടന്നുകയറ്റത്തിനാണ് ചൈന ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന് പിന്നിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള പങ്ക് നേരത്തെ തന്നെ ചർച്ചയായതാണ്. ഈ വാദത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇപ്പോഴത്തെ ചൈന സന്ദർശനം. ജമാഅത്തെ ഇസ്ലാമി, ഖിലാഫത്ത് കൗൺസിൽ, ഖിലാഫത്ത് മൂവ്മെന്റ്, ഇസ്ലാമിക് ഓർഡർ പാർട്ടി എന്നീ സംഘടനകളുടെ 14-അംഗ പ്രതിനിധി സംഘമാണ് ഇപ്പോൾ ബെയ്ജിംഗിലുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ ബെയ്ജിംഗിലേക്ക് ക്ഷണിക്കുന്നത്. ബംഗ്ലാദേശിനെ തീവ്ര മുസ്ലിം രാജ്യമാക്കി ഭാരതത്തിനെതിരെ തിരിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. പാകിസ്ഥാൻ മോഡലിൽ ബംഗ്ലാദേശിൽ ഭീകരവാദികളെ വളർത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുക എന്നത് ചൈനയുടെ പദ്ധതിയാണ്. കഴിഞ്ഞ മാസം 25-നാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് തന്നെ ധാക്കയിൽ ചൈനീസ് എംബസിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്ക് വിരുന്ന് നൽകിയ സംഭവം ജമാഅത്ത് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ജനം, ഡൽഹി. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. കഴിഞ്ഞ ദിവസം രാജപ്രഭ എന്ന ബസ്സിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തിയത്. ഈ റൂട്ടിൽ ബസ്സുകൾക്ക് നേരെ അതിക്രമം തുടർക്കഥയാവുകയാണെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ മുതലാണ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ഇന്നലെ രാത്രി കല്ലേക്കാട് ഭാഗത്ത് വെച്ച് രാജപ്രഭ എന്ന ബസ്സിന് നേരെ ഏതാനും യുവാക്കൾ കല്ലെറിഞ്ഞിരുന്നു. കല്ലേറിൽ ബസ്സിന്റെ പുറകിലെ ചില്ല് പൂർണ്ണമായും തകർന്നു. ബസ് സ്റ്റോപ്പ് അല്ലാത്തയിടത്ത് ബസ് നിർത്താത്തതിലെ വൈരാഗ്യമാണ് കല്ലേറിന് പിന്നിലെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത്. ഇവർ രണ്ട് ബസ് സ്റ്റോപ്പിന്റെ ഇടയിൽ ഒരു സ്ഥലത്താണ് ഇവർ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബസ്സുകാർ അവിടെ ആളുണ്ടാവും എന്ന് വിചാരിക്കണില്ല. പിന്നെ ഇവർ ബസ് വരുമ്പോൾ പെട്ടെന്ന് റോട്ടിക്ക് നിൽക്കുന്നത് കൈ കാണിക്കുകയാണ്. അപ്പോൾ ബാക്കിൽ വണ്ടികൾ വരുന്ന കാരണം ചവിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം 2-3 വണ്ടികൾ അങ്ങനെ ഒഴിവാക്കി പോയതിൻ്റെ പ്രലോഭനമാണെന്ന് തോന്നുന്നുണ്ട്. ചെക്കന്മാർ കല്ല് കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഈ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഒരു കല്ലെടുത്തിട്ട് എറിയാനുള്ള സാവകാശം നമ്മുടെ വണ്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അവർ ഓൾറെഡി കയ്യിൽ കല്ലായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഇവർ നിർത്തിയില്ല, കണ്ട വഴിക്ക് ഗ്ലാസ്സിൽ കയറുന്ന പൊട്ടിച്ചു. എന്നിട്ട് അവർ അതേ കൂടെ സൈഡിൽ കൂടെ ഉള്ള ഉള്ളുവഴിക്ക് ഇവർ 4 ആൾക്കാരും കൂടിയിട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതേ റൂട്ടിൽ നേരത്തെ പറളിയിലും ചാലിശ്ശേരിയിലും ബസ്സുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ തക്കതായ നടപടി വേണമെന്ന് BMS ആവശ്യപ്പെട്ടു. ഇത് പാലക്കാടിലെ പട്ടാമ്പി, ഷൊർണൂർ, തൃശ്ശൂർ റൂട്ടിലോടുന്ന വണ്ടികൾ നിരന്തരമായി ആ റൂട്ടിലൂടെ ഓടുന്ന ബസ്സുകളെ മദ്യപിച്ച് കല്ലെറിയുകയും യാത്രക്കാരെ പീഡിപ്പിക്കുകയും കഴിഞ്ഞ ആഴ്ച വരെ ഒരു ബസ്സിൻ്റെ കല്ലെറിഞ്ഞ് ഗ്ലാസ് പോവുകയും ഇന്നലെയും കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് രാജപ്രഭ എന്ന് പറയുന്ന ബസ്സിൻ്റെ പുറകിലെ ചില്ലിൽ കല്ലെടുത്തെറിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കുന്ന രീതിക്കുള്ള നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തൊഴിലാളികൾ പൂർണ്ണമായിട്ട് ഒരു പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് ബസ് ഉടമകളും വ്യക്തമാക്കി. ജനം, പാലക്കാട്.